പലരും കരുതിയിരിക്കുന്നത് എൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയാണ്, അല്ലെ ഗുരുവായൂർ അടുത്താണ് ഞാൻ താമസം എന്ന് പലരും കരുതിയിട്ടുണ്ട്. ഞാൻ ഗുരുവായൂരൊന്നല്ല താമസം. ഞാൻ താമസിക്കുന്നത് കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് താമരശ്ശേരി പൂനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇത് എടുത്തു വെച്ച് പറയാൻ കാരണം, പൂനൂരുള്ളൊരു വ്യക്തിനെ ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര അത്ഭുതം എന്നെ അവിടെ കണ്ടപ്പോൾ. ഞാൻ പറഞ്ഞു ഞാൻ ഈ നാട്ടുകാരിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് വിശ്വാസം. എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ ഗുരുവായൂരുടെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ കാണാറ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ആ കാണാറുള്ളത് എന്ന് വെച്ചാൽ, എനിക്ക് ഏതെങ്കിലും ഭാഗത്തേക്ക് എന്ന് വെച്ചാൽ ഗുരുവായൂർ ആ ഒരു ഭാഗത്തേക്ക്, ഇപ്പം തൃശ്ശൂരേക്കാണ് പോവേണ്ടതെങ്കിൽ പോലും ഞാൻ ഗുരുവായൂർ എന്ന് കയറിയിട്ടേ പോവാറുള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഗുരുവായൂരത്തെ വീഡിയോ കാണുന്നതും കാര്യങ്ങളൊക്കെ. അതുമല്ല, ഞാൻ മാസത്തിൽ ഒരു ദിവസം ഞാൻ ഗുരുവായൂർ പോകാറുണ്ട്. അതൊരു സന്തോഷാട്ടോ. എന്താ വെച്ചാൽ നമ്മൾ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ നമ്മൾ നമ്മുടെ ഉമ്മനെയും പാപ്പാനെയൊക്കെ ഒന്ന് കാണാൻ പോകാറില്ലേ? അതേപോലെ തന്നെ ഞാനിതും കൂട്ടാറ്. നമുക്ക് വരുമാനമായ അല്ലെങ്കിൽ നമ്മുടെ അന്നമായ കണ്ണനെ മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി കണ്ടിട്ടില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. പിന്നെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഉമ്മാനെയും പാപ്പാനെയും ആ ഒരു വഴിക്ക് പോകുന്ന സമയത്തൊക്കെ വീട്ടിലൊന്ന് കയറി കാണാറില്ലേ? അതേപോലെ തന്നെ ഞാൻ എന്തൊരു തിരക്കിട്ട കാര്യത്തിന് പോവുകയാണെങ്കിൽ പോലും, അത്രയും എമർജൻസി ആണെങ്കിൽ പോലും ഞാൻ അവിടെ ഇറങ്ങാൻ നിൽക്കാറില്ല. ചിലതിൽ ഞാൻ നടയെ തെറ്റോളം പോയിട്ട് അതിലെ തന്നെ അങ്ങ് വണ്ടി തിരിച്ചു വിടാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ നടയെ തെറ്റോളം ഒന്നും പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആ ഒരു പോക്ക് ഉണ്ടാക്കാൻ തന്നെ കാരണം ഈ കണ്ണനായിരിക്കും. അപ്പൊ പിന്നെ കണ്ണനോടൊന്ന് കയറി ഇന്ന വഴിക്ക് പോവുക കേട്ടോ എന്നൊന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് മിക്ക ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഞാൻ തൃശ്ശൂർക്കാരിയാണ് അല്ലെ ഗുരുവായൂർക്കാരിയാണ് എന്നുള്ളത്. ഇതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഗുരുവായൂരത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്.